ഹലോ ഗായ്സ്, ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ്. ഞങ്ങൾ രാവിലെ തന്നെ നല്ല സൂപ്പർ ബിസിയാണ്. ചോറ് റെഡിയാക്കുന്നുണ്ട്, ചിക്കൻ കറി വെക്കാനുള്ള പ്ലാൻ ഉണ്ട്, പിന്നെ ഉണക്കമീൻ വറുക്കാം, ചീര തോരൻ വെക്കാൻ. അപ്പോൾ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതിനൊക്കെ ഒരു കാരണമുണ്ട് ഗായ്സ്, ബിക്കോസ് ഇന്നെൻ്റെ അനിയൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെയാണ് അവൻ വിളിച്ച് അവനിന്ന് വരുന്നുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാടൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഉണക്കമീൻ ഞങ്ങളിതാ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ചീര ഫ്രിഡ്ജിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് വേഗം ഞങ്ങൾ സെറ്റ് ചെയ്തതാണ്. അവന് ചീര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചീര കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചീരയുടെ പണിയൊക്കെ തീർന്നു. ചിക്കൻ ഞങ്ങൾ ഫ്രൈ ചെയ്ത്, ബിബിയുടെ ഒരു സ്പെഷ്യൽ കറിയുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്ത് കറി വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. അപ്പം ബിബിയാണ് ചിക്കൻ കറിയുടെ പരിപാടി നോക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങി. കണ്ണൻ ഇവിടെ അടുത്താണെങ്കിലും അവനങ്ങനെ ഞങ്ങളെ കാണാനൊന്നും എപ്പോഴും വരാറില്ല, കാരണം അവൻ എപ്പോഴും അങ്ങനെ ജോലി കിട്ടാറില്ല. അവൻ ജോലി കയറിയിട്ട് അധികം ആയിട്ടുമില്ല. അപ്പം അവനിന്ന് കുറേ നാൾ കൂടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അവനെ കാണുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അവനെ ആകെ ഒരു വട്ടേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടാമത്തെ വട്ടം അവൻ വരാൻ പോണത്. അപ്പം ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബിബി കംപ്ലീറ്റ് പരിപാടി തീർത്ത് ബിബിയുടെ ചിക്കൻ കറി ബിബി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് പരിപാടികളുണ്ട് ഗൈസ്. ഉണക്കമീനുണ്ട്. വീട്ടിലത്തെ ഒരു നൊസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ഉണക്കമീൻ വറക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഉണക്കമീൻ ഇവിടെ ഇരിക്കാനായിട്ട് കുറേ ആയി. പക്ഷേ ഇന്നാണ് കണ്ണം വരുന്ന സ്പെഷ്യൽ പ്രമാണിച്ചാണ് ഞങ്ങളത് പുറത്തെടുത്തത്. പിന്നെ അവൻ ഭയങ്കര ക്യാമറ ഷൈ ആണ്. വന്നാലൊരു വീഡിയോ ഒന്നും എടുക്കാനായിട്ട് മിക്കവാറും നടക്കില്ല. അവന് വീഡിയോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല ഗായ്സ്. അങ്ങനെ കണ്ണൻ വന്നു, അവൻ അറിയാണ്ട് ഞാനൊരു വീഡിയോ എടുത്താണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അയച്ചു തുടങ്ങി. ചിക്കൻ കറിയും ചീരത്തോരനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ഉണക്കമീൻ വരാനുണ്ട്, അതുകൂടെ ആയിട്ടുണ്ടെങ്കിൽ ആയി. അമ്മയുടെ കറിയുടെ ടേസ്റ്റൊന്നും ഞാൻ ഉണ്ടാക്കിയതിന് ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ ചിക്കൻ കറിക്ക് ഉണ്ടാവും ഗൈസ്. അതിൻ്റെ ബിബി ഉണ്ടാക്കിയതുകൊണ്ട് അതിലെനിക്കൊരു കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ ഉണക്കമീനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവസാനം ഇത്തിരി തൈരും കൂടെ ആയിട്ടുണ്ടെങ്കിൽ പരിപാടി കംപ്ലീറ്റ് ആവും ഗൈസ്. ഏകദേശം തൈരും കൂടെ ആയപ്പോഴത്തേക്കും ഫുഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം ലഞ്ചൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം ടി വി കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കര കംഫർട്ടബിളായിട്ട്, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ടൈമായിരുന്നു. ഇവർ രണ്ടുപേരും എൻ്റെ അപ്പുറത്തിപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഹാപ്പിയോ എന്തായാലും പറയാൻ എനിക്കറിയില്ല, ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ഞങ്ങൾ കുറച്ച് നേരം കുറേ നാളുകൂടെ അല്ല, കുറേ വർത്താനമൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് 2:30-3 മണിയായപ്പോൾ കണ്ണൻ പോവുകയാണ്. ഞങ്ങൾ കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ താഴെ പോയിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ബിൽഡിങ്ങിന് അവിടെ തന്നെ. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. കണ്ണൻ അങ്ങനെ പോയി.